സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടാക്കിയ ഓളം ഏതൊക്കെ മുന്നണികളെ എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കുമെന്നത് തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പ്രത്യേകിച്ച് ഇടത് മുന്നണിക്ക് കനലൊരു തരി അണയാതെ അത് ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് കൈമാറി എന്നത് മാത്രമാണ് അല്പം പറഞ്ഞു നിൽക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ സീറ്റിനേക്കാൾ കുറവൊന്നും ഇടതുമുന്നണിക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും വോട്ട് ഷെയറിൽ കാര്യമായ കുറവ് ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിങ്ങ തലസ്ഥാനം മുതൽ പരിശോധിച്ചാൽ തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല, CPMന് കഴിഞ്ഞിട്ടില്ല എന്നതൊക്കെ വലിയ ചർച്ചകളിലേക്ക് പോകും. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ CPMൻ്റെ ഉറച്ച കോട്ടയായ കണ്ണൂരെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഒരു ഘട്ടത്തിൽ CPM പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നാൽ അവസാനഘട്ട വോട്ടുകൾ പുറത്തു വരുമ്പോൾ അത് CPMന് അനുകൂലമായി തന്നെ മാറുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ ആദ്യഘട്ടത്തിൽ സുധാകരൻ ധർമ്മടം മണ്ഡലത്തിൽ ഉൾപ്പെടെ ലീഡ് ചെയ്യുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. അങ്ങനെ സംസ്ഥാനത്തെ മുഴുവൻ ചിത്രം പരിശോധിച്ചാൽ LDFന് കാര്യമായ സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം കൃത്യമായ വോട്ടിൻ്റെ കുറവ് CPM രേഖപ്പെടുത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും ആ വിഷയമാണ് ഇന്ന് ഹാപ്പനിങ് നൗ ചർച്ച ചെയ്യുന്നതൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ചില സുപ്രധാനമായ നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. മോദി 3.0 മൂന്നാം മോദി സർക്കാരിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തീയതി ഉൾപ്പെടെ ഉടൻ ഇന്ന് തന്നെ പുറത്തുവരും. ഇന്ന് NDA യോഗമുണ്ട്, ഒപ്പം കേന്ദ്ര ക്യാബിനറ്റ് യോഗവും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ സുപ്രധാനമായ നീക്കങ്ങൾക്കാണ് ഈ വരുന്ന മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കുക. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എങ്ങോട്ടേക്ക് പോയി എന്ന ചർച്ചയ്ക്കൊപ്പം കെ മുരളീധരന് തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്ന ചർച്ചകളും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളായി വരുമ്പോൾ ദേശീയ രാഷ്ട്രീയവും ഇന്നത്തെ മുഴുവൻ സമയവും നമ്മുടെ വാർത്താ ഹെഡ്ലൈനുകളിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാജീവ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാജീവ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം അവരുടെ ഉരുക്കുകോട്ടയാക്കി വെച്ചിരുന്ന പല മേഖലകളിലും കൃത്യമായ ഒരു വോട്ടിൻ്റെ കുറവ് CPMന് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് നഗരസഭാ പരിധിയൊക്കെ പരിശോധിച്ചാൽ പലയിടങ്ങളിലും CPMന് കാര്യമായ വേരോട്ടമുള്ള പലയിടങ്ങളിലും മൂന്നാമതേക്ക് പോകുന്നു CPM എന്ന ഇടതുപക്ഷം എന്ന വലിയൊരു നാണക്കേടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാരിന് CPMന് ഈ തിരിച്ചടി തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും CPMന് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ച മണ്ഡലങ്ങളിൽ പോലും അവർ പിന്നിലേക്ക് പോകുന്നത് സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രതിരോധത്തിലേക്ക് പോകാനാണ് സാധ്യത? ഉമേഷ്, ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെ ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ സീറ്റ് നിലനിർത്തി എന്ന് പറയുമ്പോൾ പോലും ആലപ്പുഴ കൈവിട്ടു, അതിന് പകരമായി ആലത്തൂര് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും കനത്ത തിരിച്ചടി തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാടായിരുന്നു ഏറ്റവും പ്രധാനമായും ചർച്ചയായത്. അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു എന്നായിരുന്നു പിന്നീട് CPMൻ്റെയും ഇടതുമുന്നണിയുടെയും ഒക്കെ വിലയിരുത്തലായി വന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. UDF 18 സീറ്റിൽ വിജയിച്ചു എന്നതിനുമപ്പുറം LDFൻ്റെ വോട്ട് ബാങ്കിൽ വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPMനാണ് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇടതുപക്ഷം മത്സരിച്ച പല മണ്ഡലങ്ങളിലും വോട്ട് കുത്തനെ കുറഞ്ഞു എന്നതാണ് ഇവിടെ ചർച്ചയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് CPM തിരക്കിട്ട നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നതും ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യുന്നതും. BJPയിലേക്ക് വോട്ടുകൾ പോകുന്നു എന്ന ഏറ്റവും വലിയൊരു പ്രശ്നം CPMന് മുന്നിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നായിരുന്നു പ്രധാനമായും CPM ചൂണ്ടിക്കാണിച്ചിരുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ BJPയിലേക്ക് CPMൽ നിന്ന് കുത്തനെ വോട്ടുകൾ പോകുന്നു. CPMൻ്റെ വോട്ടുകൾ കുറയുമ്പോൾ ആ വോട്ടുകളുടെ നേട്ടമുണ്ടാക്കുന്നത് BJPയാണ്. സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ BJPയിലേക്ക് കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPMന് മുന്നിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല CPM വിജയിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ BJP ഒന്നാമെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് കഴക്കൂട്ടമായാലും മറ്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിലും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിൽ LDF വിജയിച്ച് അധികാരത്തിൽ എത്തിയത് UDFനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ അത്തരമൊരു സാഹചര്യമല്ല സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ LDFന് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദമാണ്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസപ്പടി വിവാദത്തിൽ കൃത്യമായൊരു മറുപടി ജനങ്ങൾക്ക് മുന്നിൽ നൽകാൻ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ CPMനോ കഴിഞ്ഞിരുന്നില്ല. ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ന്യായീകരണങ്ങൾ മാത്രമായിരുന്നു ഇതിലൊക്കെ CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പരമാവധി മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി തന്നെയാണ് നിലവിൽ
LDF-ന്റെ പ്രചാരണം നയിച്ചിരുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആലത്തൂരിലെ സംഭവം പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും CPM-ന് ഒരു നേട്ടമായി ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയില്ല. കാരണം രമ്യ ഹരിദാസിനെതിരെ നിരവധി പരാതികളും നിരവധി ആരോപണങ്ങളുമൊക്കെ ആലത്തൂരിൽ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനുൾപ്പെടെ നിരവധി പരാതികൾ ലഭിച്ചതാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവിടെ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആലത്തൂർ കൈവിട്ടത് എന്ന് തന്നെയാണ് നിലവിൽ CPM-ന്റെ വിലയിരുത്തലും പുറത്തു വരുന്നത്. മാത്രമല്ല പക്ഷേ CPM ഉറപ്പായും വിജയിക്കുമെന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളും CPM-നെ കൈവിട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതായുണ്ട്. ആറ്റിങ്ങലിൽ എങ്ങനെയും വിജയിക്കാനുള്ള ചില നീക്കങ്ങൾ CPM-ന്റേതായി നടത്തിയിരുന്നു. സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായും ആറ്റിങ്ങലിലേക്ക് മാറ്റിക്കൊണ്ടായിരുന്നു CPM. അതൊരു പ്രധാന പ്രശ്നമാണ് രാജീവ്. നേരത്തെ പന്ന്യൻ രവീന്ദ്രൻ പരസ്യമായി പറഞ്ഞിരുന്നു, തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ CPM പ്രവർത്തകർ ആരും തയ്യാറാകുന്നില്ല. CPM മുഴുവൻ സംവിധാനങ്ങളും, അവരുടെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നതുകൊണ്ട് മുഴുവൻ സംവിധാനങ്ങളും ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ഇവിടെ വീട് കയറാൻ പോലും ആളില്ല എന്ന് പരോക്ഷമായും പരസ്യമായും പറയേണ്ടി വന്നത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. ഒരു പക്ഷെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും അത്തരത്തിൽ തന്നെയാണ്. LDF-ന് കൃത്യമായ സ്വാധീനമുള്ള നഗരസഭാ മേഖലകളിൽ പോലും, അതായത് നഗരസഭ അടക്കി ഭരിക്കുന്നത്, നഗരസഭയിൽ കൃത്യമായ ഭൂരിപക്ഷമുള്ളത് LDF-നാണ്. ആ നഗരസഭാ പരിധിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും LDF മൂന്നാമത് പോകുന്നു. ആറ്റിങ്ങൽ പോലെയുള്ള ഒരു പ്രദേശത്തും, ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും ആറ്റിങ്ങലിലും CPM പിന്നിലേക്ക് പോകുന്നു. അങ്ങനെ CPM-ന് സ്വാധീനമുള്ള തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പിന്നിലേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPI മുന്നോട്ട് വെച്ചൊരു ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിവെക്കുകയല്ലേ? തീർച്ചയായും ആറ്റിങ്ങലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഘടനാ സംവിധാനം CPM-ന്റെ ഏറ്റവും കൂടുതൽ അവിടേക്ക് മാറ്റപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം മേഖലയിലുള്ള CPM നേതാക്കൾ പോലും പ്രവർത്തിച്ചത് ആറ്റിങ്ങലിലായിരുന്നു. അത്തരമൊരു പരാതി നേരത്തെ CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന് പന്ന്യൻ രവീന്ദ്രന് ലഭിച്ചില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പരാതി തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല CPM-നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ BJP-ക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് CPM-ൽ നിന്ന് വോട്ട് ശതമാനം കുറയുമ്പോൾ, ഇടതുമുന്നണിയുടെ മൊത്തത്തിൽ വോട്ട് ശതമാനം കുറയുമ്പോൾ അവിടെ BJP-ക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു മണ്ഡലം മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ മേഖല പോലും കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ട്. നേരത്തെ ധർമ്മടത്ത് ഉൾപ്പെടെ വോട്ട് ശതമാനം CPM-ന് കുറഞ്ഞു എന്ന തരത്തിൽ ആദ്യം കണക്കുകൾ പുറത്തു വന്നെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ വലിയ തിരിച്ചടി ധർമ്മടത്ത് ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ നിലനിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും നേരത്തെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. ആ വോട്ട് കൂടിയിരിക്കുന്നത് BJP-ക്കാണ് എന്നതാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് പോകുന്നു എന്നാണ്. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കുറയുമ്പോൾ ഇത്തരം ഒരു കണക്കായിരുന്നു CPM മുന്നോട്ട് വെച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJP-യിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് എന്ന തരത്തിലുള്ള കണക്കുകളായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഔദ്യോഗികമായി വന്നിരിക്കുന്ന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ BJP വോട്ടുകൾ കൂടുന്നത് CPM-ന്റെ വോട്ടുകൾ കുറയുന്നതുകൊണ്ട് തന്നെയാണ്. അതായത് CPM-ന്റെ വോട്ട് ഷെയർ വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അത് CPM-നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതൃയോഗങ്ങൾ ചേരുന്നതും പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നതും. പക്ഷേ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷനുകൾ 6 മാസത്തോളം മുടങ്ങിയ ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതിക്ക് പോലും പണം നൽകുന്നില്ല. അതിലുമൊക്കെ ഉപരിയായി ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട അല്ലെങ്കിൽ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം, അതിൽ ഒരു കൃത്യമായ മറുപടി ഒരു ഘട്ടത്തിലും CPM-ന് നൽകാൻ കഴിയുന്നില്ല. ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരം, ഒരു വശത്ത് ഇത്തരത്തിലുള്ള അഴിമതികൾ, ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു CPM ശ്രമിച്ചതെങ്കിൽ അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് നിലവിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒറ്റ കാര്യം കൂടി, ഈ തപാൽ വോട്ടുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ എപ്പോഴും നിയമസഭയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥർ വോട്ടുകൾ എണ്ണുമ്പോൾ എപ്പോഴും അവിടെ CPM-ന്റെ ഇടതുപക്ഷ ഒരു മേൽക്കൈ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഒരു കഥ പരിശോധിച്ചാൽ, ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഇന്നത്തെ ദിവസം പരിശോധിച്ചാൽ പത്തനംതിട്ടയിൽ തപാലോട്ടുണ്ടുമ്പോൾ NDA സ്ഥാനാർത്ഥി മുന്നോട്ട് വരുന്നു.
ആലപ്പുഴയിൽ തപാലോട്ടുമ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒന്നാമത് എത്തുന്നു. പലയിടങ്ങളിലും തപാലോട്ടുകളിൽ പോലും CPM-ന് കാര്യമായ നേട്ടം, LDF-ന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേരളത്തിൻ്റെ ഒരു മധ്യവർത്തി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രതയും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ പിടിച്ചു നിർത്തുന്നതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ ശമ്പളവും അതുമായി ബന്ധപ്പെട്ട ജീവിത ചക്രമൊക്കെയാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങുന്നു. അവരുടെ ശമ്പളം മറ്റു പല പദ്ധതികൾ പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വെറുപ്പിച്ചത് അല്ലെങ്കിൽ അവരുടെ പ്രീതി CPM-ന് നഷ്ടമായതൊക്കെ ഇതിൽ നിന്ന് പ്രതിഫലിക്കുന്നില്ല. അതൊക്കെയല്ലേ ആ തപാലോട്ടുകളൊക്കെ പ്രതിഫലിച്ചതും? തീർച്ചയായും ഉമേഷ് ആ രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. അവർക്ക് ആവശ്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനെല്ലാം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അവരുടെ DA മുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. അത് ഇതുവരെ നൽകാനുള്ള യാതൊരു ശ്രമങ്ങളും നൽകിയിട്ടില്ല. മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇനിയും ശമ്പളം മുടങ്ങാനുള്ള അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ തപാൽ വോട്ടിൽ ഈ രീതിയിലൊരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം LDF-നാണ് നേരത്തെയൊക്കെ അല്ലെങ്കിൽ ഭരിക്കുന്നത് ആരാണോ അവർക്കാണ് തപാൽ വോട്ടുകൾ എപ്പോഴും കൂടുതലായി ലഭിച്ചുകൊണ്ടിരുന്നത്. UDF ഭരിക്കുമ്പോഴാണെങ്കിൽ UDF-നും LDF ഭരിക്കുമ്പോഴാണെങ്കിൽ LDF-നും. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് നോക്കേണ്ടതും ആ രീതിയിൽ തന്നെയാണ്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നു. വരും മാസങ്ങളിലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഈ ശമ്പളവും പെൻഷനും ഒക്കെ ഘട്ടം ഘട്ടമായി നൽകാനുള്ള ആലോചനകൾ പോലും നിലവിലിപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ ജീവനക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല പ്രതികാര നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഈ സർക്കാർ ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാരിനൊപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റുക, അത്തരത്തിലുള്ള നടപടികൾ നിലവിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും അതൊക്കെ ഈ പോസ്റ്റൽ ബാലറ്റിനെ സ്വാധീനിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉമേഷ്, യെസ്, ശാലിനി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ശാലിനി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി പരിശോധിച്ചാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആകെ ഒന്ന് പരിശോധിച്ചാൽ നേട്ടം NDAക്ക് തന്നെയാണ് കേരളത്തിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 11 മണ്ഡലങ്ങളിൽ NDA ഒന്നാമതെത്തുന്നു, 8 ഇടങ്ങളിൽ രണ്ടാമതെത്തുന്നു, 20% വോട്ടിംഗ് ശതമാനം ഉയരുന്നു. എല്ലാ ഇടങ്ങളിലും പത്തനംതിട്ട പോലെയുള്ള 1-2 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും കൃത്യമായ വോട്ടിംഗ് ശതമാനത്തിൽ വർധന. പത്തനംതിട്ട കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ പത്തനംതിട്ട നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോഴാണ്. കാരണം 2019 ശബരിമല എന്നൊരു വലിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നീട് ശബരിമലയെ ബന്ധപ്പെട്ട് K. സുരേന്ദ്രന് കിട്ടിയ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ 2,97,000 വോട്ടിലേക്ക് എത്തുന്നത്. അതിന് മുൻപ് MD രമേശ് മത്സരിച്ചപ്പോൾ അവിടെ ലഭിച്ചത് 1,36,000 വോട്ടാണെന്നാണ് ഓർമ്മ. അതിൽ നിന്ന് ഏതാണ്ട് കൃത്യമായി 1,00,000 വോട്ടിൻ്റെ വർധനവ് പത്തനംതിട്ടയിലും കൊണ്ടുവരാൻ അനിൽ K. ആന്റണിയിലൂടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട കൂടിയ പട്ടികയിൽ പരിഗണിച്ചാൽ പോലും നേട്ടമുണ്ടാക്കിയത് തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനവും കിട്ടിയ വോട്ടുമൊക്കെയാണ് മാനദണ്ഡമാക്കേണ്ടതെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ നേട്ടമുണ്ടാക്കിയത് NDA തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തലസ്ഥാനത്ത് ഉൾപ്പെടെ നോക്കിയാൽ CPM-ന് MLA-മാരുള്ള CPM-ൻ്റെ ഉരുക്കുകോട്ടയെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. തലസ്ഥാനത്തെ 3 നിയോജക മണ്ഡലങ്ങളിൽ BJP ഒന്നാമതേക്ക് എത്തുന്നു. അതുൾപ്പെടെ 11 ഇടങ്ങളിൽ BJPക്ക് ഒന്നാമതെത്താൻ സാധിക്കുന്നു. 8 ഇടങ്ങളിൽ രണ്ടാമതാകാൻ സാധിക്കുന്നു. ഇതൊക്കെ ഒരു ദിശാസൂചകമെന്നല്ല പറയുക, NDAയുടെ വളർച്ചയെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കട്ടെ ശാലിനി? ഉമേഷ്, അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഇനിയൊരു താമരക്കാലം വിദൂരമല്ല എന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് ഇന്നലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടിയുള്ള വിലയിരുത്തലുകൾ, കണക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉമേഷ് സൂചിപ്പിച്ചതുപോലെയാണ് 11 ഇടങ്ങളിലാണ് കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ NDAക്ക് കഴിഞ്ഞത്. അതായത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ സംസ്ഥാന വ്യാപകമായി NDAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയും ചെയ്യുന്നത്. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഉറ്റുനോക്കിയ മത്സരങ്ങൾ നടന്ന തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും ആറ്റിങ്ങലും, അത് പരിശോധിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കാര്യമായി തന്നെ ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയ സാഹചര്യങ്ങളായിരുന്നു ഈ 2 മണ്ഡലങ്ങളിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും മുന്നേറാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ LDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൊട്ടു മുൻപ് രാജീവ് അടക്കം
സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ CPI അല്ലെങ്കിൽ LDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, പകരം ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ആറ്റിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് അടക്കം വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളിലും ആറ്റിങ്ങിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആറ്റിങ്ങിലും കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ CPM-നോ അല്ലെങ്കിൽ LDF-നോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ കാര്യമായി പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ, ആ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായി മുന്നേറ്റം നടത്താനോ അല്ലെങ്കിൽ UDF-ന്റെ അടുത്തുപോലും എത്താൻ NDA-യുടെ അടുത്തുപോലും എത്താൻ CPI-ക്ക് കഴിഞ്ഞില്ല, LDF-ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് UDF NDA മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് വ്യത്യാസത്തിൽ വൻ ഇടിവാണ് ഇടതുപക്ഷത്തിന് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF 2ാം സ്ഥാനത്തെത്തുമ്പോൾ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായും, ഒപ്പം തന്നെ കോവളം മണ്ഡലത്തിലെ 5 വാർഡുകളുമാണ് കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തിരുവനന്തപുരം, കോവളം നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥി അവരുടെ സാന്നിധ്യം അറിയിച്ചത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സിറ്റി അടക്കമുള്ള മേഖലകളിൽ കാര്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗണ്യമായ വോട്ട് വിഹിതം ഈ മേഖലകളിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടിടത്ത് 2ാം സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തി. അവിടെ ഒരുപക്ഷെ ശക്തി തെളിയിക്കാൻ മുൻപ് കഴിഞ്ഞിട്ടില്ലാത്ത NDA മേഖലകൾ അല്ലെങ്കിൽ NDA-യുടെ സാന്നിധ്യം അത്ര കാര്യമായി ഇല്ലാത്ത മേഖലകളിലാണ് ഇക്കുറി NDA കരുത്ത് കാട്ടിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. CPM MLA-മാരുള്ള വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമ നിയോജക മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പിടിച്ചത്, മുന്നിലെത്തിയത് എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24 വാർഡുകളുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ സാഹചര്യം പരിശോധിച്ചാൽ 12 വാർഡുകളിൽ LDF ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും 8162 വോട്ടുകളാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയത് അല്ലെങ്കിൽ NDA-യുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം പരിശോധിച്ചാൽ അവിടെ NDA-യുടെ സ്ഥാനാർത്ഥി വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിലെ MLA നമുക്കറിയാം VK പ്രശാന്ത് പല ഘട്ടങ്ങളിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ വന്നതാണ്. പക്ഷേ MLA-യുടെ പ്രവർത്തനം അടക്കം അവിടെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഭരണവിരുദ്ധ വികാരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 8000-ന് മുകളിലേക്ക് വോട്ട് NDA-യുടെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ NDA-യുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 15 LDF അംഗങ്ങളുള്ള കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ 10842 വോട്ടുകളാണ് NDA-യുടെ അക്കൗണ്ടിലേക്ക് അവിടെ എത്തിയത്. രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചൊരു മേഖല കൂടിയാണ് കഴക്കൂട്ടം. പല ഘട്ടങ്ങളിലും CPM-ന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറഞ്ഞ ആ മേഖലയിൽ നിന്നാണ് ഇത്രയധികം വോട്ടുകൾ NDA സ്വന്തമാക്കിയത്, NDA നേടിയത് എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം, നിലവിലെ CPI സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP-ക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് നേമം മണ്ഡലത്തിലാണ്. നേമം മണ്ഡലം എപ്പോഴും NDA-ക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ നേമത്ത് താമര വിരിയിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ഒരു ട്രെൻഡ്, അതിനുശേഷം വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ് നേമത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കണക്കുകളിൽ മനസ്സിലാക്കേണ്ടത്. 22,126 വോട്ടുകളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ NDA സ്ഥാനാർത്ഥിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല കൗൺസിലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ പരിശോധിക്കുകയാണെങ്കിൽ 35 കൗൺസിലർമാർ BJP-ക്ക് സ്വന്തമായിട്ടുണ്ട്. മുഖ്യ പ്രതിപക്ഷമായി കൗൺസിലിൽ ഉള്ളത് BJP-യാണ്. സ്വാഭാവികമായും അവരുടെ കരുത്ത് കുറച്ചുകൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം ഈ മണ്ഡലങ്ങളിൽ അവർക്ക് പകർന്നു നൽകുന്നത് കൂടിയാണ് ഈ ഒരു വിധിയെഴുത്ത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മാത്രമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ കാട്ടാക്കട നിയോജക മണ്ഡലം ഭരിക്കുന്നത് അല്ലെങ്കിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെ MLA IB സതീഷാണ്, CPM-ന്റെ പ്രതിനിധിയാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ തുടക്കം മുതൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ ഏകദേശം ഫോട്ടോ ഫിനിഷിംഗിലേക്കും പിന്നീട് റീപോളിംഗിലേക്ക് പോയപ്പോൾ പോലും കാട്ടാക്കട മണ്ഡലത്തിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ V ജോയിക്ക് ഒരു വാർഡിൽ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോലും അവിടെ ഭൂരിപക്ഷത്തിലേക്കോ ലീഡ് ഉയർത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടുത്തെ BJP-യുടെയും NDA-യുടെയും കരുത്തുറ്റ പ്രവർത്തനം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേരിട്ടെത്തി പ്രചാരണം
പ്രചാരണം നടത്തിയതാണ് കാട്ടാക്കടയിൽ. സ്വാഭാവികമായും ആ ഒരു പ്രചാരണം അവിടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാട്ടാക്കടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ വർക്കല അടക്കമുള്ള വർക്കല ചിറയൻകീഴ് മേഖലകളിലടക്കം CPM നന്നേ പിറകിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലകളിൽ നിന്ന് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലയിടത്തും 3ാം സ്ഥാനത്തേക്ക് വി ജോയി തള്ളപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി സ്വാഭാവികമായും മത്സരിക്കുമ്പോൾ തന്നെ അത്രയടക്കം ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് CPMന്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ CPMന്റെ പ്രവർത്തനം അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ ആറ്റിങ്ങലിൽ ഇറക്കിയിട്ടും ആറ്റിങ്ങലിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ CPMന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടു പിന്നാലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പത്തനംതിട്ടയിലും NDAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയത്തിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പത്തനംതിട്ടയിലെ മാറ്റവും തരംഗവും ഒക്കെ ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് അനിൽ ആന്റണിക്ക് സ്വാധീനമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അനിൽ ആന്റണിയുടെ അക്കൗണ്ടുകളിലേക്ക് വോട്ടിംഗ് ശതമാനം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2006 6% മാത്രം ഉണ്ടായിരുന്ന കേരളത്തിലെ വോട്ട് വിഹിതം 20% മുകളിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിരീക്ഷണമാണ് ശാലിനി. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കാര്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ 4%, 4,58,967 വോട്ടിൻ്റെ കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ UDFലേക്ക് വന്നാൽ 5,85,000-ലധികം വോട്ടുകളുടെ കുറവ് ഇത്തവണ UDFനുമുണ്ടെന്നാൽ നേട്ടമുണ്ടാക്കിയത് NDAയാണ്. 15% നിന്ന് 19.20, അതാണ്ട് 20%-ലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ഇത്തവണ NDAക്ക് കഴിഞ്ഞു. 6,86,000 വോട്ടിൻ്റെ വർധനവ് NDA ക്യാമ്പിന് ഇക്കുറിയുണ്ട്.